പണക്കാരനെന്നോ പാവപ്പെട്ടവനെന്നോ വ്യത്യാസമില്ലാതെ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ പൊതുവായി എല്ലാവരിലും തന്നെ കണ്ടുവരുന്ന ഒന്നാണ് മാനസിക പിരിമുറുക്കം അഥവാ സ്ട്രെസ് എന്ന് പറയുന്നത്. അപ്രതീക്ഷിതമായി നമ്മുടെ ജീവിതത്തിലേക്ക് എത്തുന്ന ദുഃഖങ്ങളും സങ്കടങ്ങളും അപകടങ്ങളും എന്നിവ തരണം ചെയ്യാനായി നമ്മുടെ ബ്രെയിനിലെ നെർവസ് സിസ്റ്റം ഉണ്ടാക്കുന്ന ഒരു തരം റെസ്പോൺസാണ് സ്ട്രെസ് എന്നുള്ള രീതിയിൽ പുറത്തേക്ക് വരുന്നത്. അമിതമായി ഉറങ്ങുകയോ ഉറക്കമില്ലാത്ത അവസ്ഥയോ അമിതമായി ഭക്ഷണം കഴിക്കുകയോ അല്ലെങ്കിൽ സാധാരണ കഴിക്കുന്നതിൽ നിന്നും വളരെ കുറഞ്ഞ രീതിയിൽ മാത്രം ഭക്ഷണം കഴിക്കുകയോ ചെയ്യുക. ഏതൊരു ജോലിക്കാര്യത്തിലേക്ക് ഇറങ്ങിയാലും ഫോക്കസ് ഇല്ലാതാവുക. വളരെ സ്മാർട്ടായി ആക്റ്റീവായി സോഷ്യലി അവൈലബിളായി നിന്ന ആളുകൾ പെട്ടെന്ന് തന്നെ ഇൻട്രോവേർട്ടായി മാറിയതായും അമിതമായി ഏതെങ്കിലും ഒന്നിനോട് ഒരു തരം ഒബ്സഷൻ ഉണ്ടാവുക. അത് ആൽക്കഹോൾ ആകാം, ഡ്രഗ്സ് ആകാം, ഗെയിമിങ്സ് ആവാം. പെട്ടെന്നുണ്ടാകുന്ന ദേഷ്യങ്ങൾ, കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത സങ്കടങ്ങൾ, സമൂഹത്തിൽ നിന്നും ഒറ്റപ്പെട്ടവർ മാറുക. ഇതിനെല്ലാം പുറമെ നെഞ്ചുവേദന, വയറുവേദന, വയറിളക്കം, തലവേദന എന്ന് തുടങ്ങിയ സാധാരണ ലക്ഷണങ്ങൾ പോലും 4 വീക്സിലും കൂടുതലായി കടന്നു പോവുകയാണെങ്കിൽ അത് നമുക്ക് സ്ട്രെസ്സിൻ്റെ ബിഗിനിങ് സ്റ്റേജായി കണക്കാക്കാം. പിരിമുറുക്ക സാഹചര്യങ്ങളിൽ നമ്മുടെ നെർവസ് സിസ്റ്റം സ്ട്രെസ് ഹോർമോൺസ് ആയ കോർട്ടിസോളും എഡ്രിനാലിനും റിലീസ് ചെയ്യും. ഈ ഹോർമോൺസ് സ്ട്രെസ് ഇൻഡ്യൂസ് ചെയ്യുന്നവയാണെങ്കിൽ കൂടി നമുക്ക് സ്ട്രെസ്ഫുള്ളായിട്ട് ഉണ്ടാകുന്ന ആ സാഹചര്യത്തിൽ നമ്മുടെ മനസ്സിനെയും ബോഡിനെയും ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടും ഇത്തരം ഹോർമോൺസ് ഹെൽപ്പ് ചെയ്യുന്നതാണ്. നമ്മുടെ ഫാമിലി ലൈഫിൽ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ, സാമ്പത്തികമായിട്ടോ ജോലി സ്ഥലങ്ങളിൽ നിന്നോ നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരുന്ന ചില സ്ട്രഗിൾസ്, പ്രണയ പരാജയങ്ങൾ, എന്തിലും ഒരു പൂർണ്ണത വേണം എന്നുള്ള രീതിയിലുള്ളൊരു വാശി, ഇതൊക്കെ അവസാനം സ്ട്രെസ്സിലേക്കാണ് എത്തിക്കുന്നത്. ചെറുപ്പം മുതലേ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈലിൽ ഉണ്ടാകുന്ന ഒരാളാണെങ്കിൽ അവർ ഗ്രാജുവലി സ്ട്രെസ്സിനെ എങ്ങനെ ഓവർകം ചെയ്യാം എന്നുള്ളതിനെ കുറിച്ച് ലൈഫിൽ നിന്ന് തന്നെ പഠിച്ച് മുന്നേറുന്നവരായിരിക്കും. പക്ഷേ എല്ലാവർക്കും അതുപോലെ ഹാൻഡിൽ ചെയ്യാൻ പറ്റണമെന്നില്ല. ചില ആളുകൾ അവരുടെ സ്ട്രെസ്സിനെ മറ്റൊരാളുടെ മേലെ വാശിയായും ദേഷ്യമായും പ്രകടനമായി തീർക്കും. മറ്റു ചിലർ എല്ലാം സ്വന്തമായി തന്നെ ഉള്ളിൽ ഒതുക്കി നിൽക്കും. നമ്മളൊരു സ്ട്രെസ്ഡ് പേഴ്സൺ ആണെന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ അതിന് നമുക്ക് ഏറ്റവും ഹെൽപ്പ് ചെയ്യുന്ന സാധനം എന്ന് പറയുന്നത് ഡയറി റൈറ്റിംഗ് ആണ്. നമുക്ക് സ്ട്രെസ്ഫുൾ എൻവയോൺമെൻറ്റിലാണ് നമ്മൾ ഇപ്പോൾ നിന്നുകൊണ്ടിരിക്കുന്നതെങ്കിൽ കംപ്ലീറ്റ് ആയിട്ടൊരു മാറ്റം സാധ്യമല്ലെങ്കിൽ കൂടി കുറച്ച് നേരത്തേക്ക് കണ്ണുകൾ അടച്ച് റിലാക്സ് ആയി ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഒരു കാര്യത്തിലേക്ക് ഫോക്കസ് മാറ്റാൻ വേണ്ടി ശ്രമിക്കുക. നമ്മുടെ നിയന്ത്രണത്തിലില്ലാത്ത അപകടങ്ങളും മരണങ്ങളും മറ്റുമാണ് നിങ്ങളുടെ സ്ട്രെസ്സിന് റീസൺ എങ്കിൽ അതൊരു നാച്ചുറൽ ആയിട്ടുള്ള പ്രോസസ്സാണ്. അതിനെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുക. യോഗ നമ്മുടെ ഡെയിലി ലൈഫിൻ്റെ ഒരു ഭാഗമാക്കാൻ ശ്രമിക്കുക. ഇഷ്ടമുള്ള സ്ഥലങ്ങളിലേക്ക് സഞ്ചരിക്കുക. ഒരു ഒഴുകുന്ന തെളിഞ്ഞ വെള്ളം പോലെ നമ്മുടെ മനസ്സിനെയും ചിന്തകളെയും സ്വതന്ത്രമായി വിടാനായി ശ്രമിക്കുക. സോ നമ്മൾ സ്വയം അനാലിസിസ് ചെയ്ത് നമുക്ക് വേണ്ടുന്ന ടിപ്സ് എന്താണെന്ന് ആക്സെപ്റ്റ് ചെയ്യും. നമുക്ക് ചുറ്റുമുള്ളവരുടെ ബുദ്ധിമുട്ടുകളും നിരീക്ഷിച്ച് അവരെ നമ്മളൊരു മെൻ്റൽ ഹെൽപ്പോട് കൂടി സപ്പോർട്ട് ചെയ്യുകയും സ്ട്രെസ്